ഞാൻ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലരുടെ വിശ്വാസം ബലഹീന വിശ്വാസമാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിന്റെ തീഷ്ണതയിൽ നിന്ന ഒരു സുഹൃത്ത് പിന്മാറിപ്പോയ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കേരളക്കരയിലാണ്. അദ്ദേഹം പിന്മാറ്റത്തിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാർ ചേർന്ന് ഊട്ടിക്കൊരു ടൂർ പോവുകയായിരുന്നു. ഇദ്ദേഹവും കൂടെ കയറിപ്പറ്റി. ഊട്ടിയുടെ ഹൈ റേഞ്ച് മലയിലേക്ക് വാഹനം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് മകളിലേക്ക് പോകുക. സ്തോത്രം. അതിരാവിലെ എങ്ങനെയോ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഡ്രൈവറിന്റെ കയ്യിൽ നിൽക്കാതെ വാഹനം കുഴിയിലേക്ക് ചാടി. സ്തോത്രം. പുറത്തേക്ക് ചാടി ഏകദേശം 1500 അടിയിൽ കൂടുതൽ താഴ്ചയുള്ള താഴ്വരയിലേക്ക് വാഹനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. പലരും അതിന്റെ വിൻഡോസ് ജനാലയിൽ കൂടെ പുറത്ത് ചാടി. ചിലരൊക്കെ അതിനകത്ത് തന്നെ ഇരുന്നു. പുറത്ത് ചാടിയവരും പുരണ്ട് ഏറ്റവും താഴേക്ക് പോകുകയാണ്. ഈ കൂട്ടത്ത് നമ്മുടെ സ്നേഹിതൻ ആരാ? ഈ പിന്മാറ്റക്കാരനും പുറത്തെന്ത് ചെയ്തു? എടുത്ത് ചാടി തിരിയാനും തനിക്കൊരു ചെടി കിട്ടി. ചെടി വള്ളി ഇത് കയറി അങ്ങ് പിടിച്ചു. ബാക്കിയുള്ളവരെല്ലാം തന്റെ കൺമുന്നെ പുരണ്ട് കൈയും കാലും അവയവങ്ങളും തകർന്ന് താഴേക്ക് നിലം പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കൺമുന്നെ തന്നെ വാഹനത്തിനകത്തിരുന്ന ആളുകൾ സ്തോത്രം അതിനകത്ത് കടന്ന് ശരീരമൊക്കെ തകർക്കപ്പെട്ട് ഏറ്റവും താഴ്വരയിലേക്ക് ആ വാഹനം ചെന്ന് പതിച്ചപ്പോ ഇദ്ദേഹം മാത്രം ആകാശത്തിനും ഭൂമിക്കും മധ്യേ എന്ന പോലെ ആ വലിയ ഹൈ റേഞ്ചിനും താഴ്വരയ്ക്കും ഇടയിൽ വള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് ചരിഞ്ഞു കിടക്കുകയാണ്. ഏറെ സമയമായി, പ്രഭാതമൊക്കെ ആയി. ഈ വാഹനത്തെ എടുക്കാനുള്ള ക്രമീകരണമൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നു. ഇടയ്ക്ക് കടന്ന പലരുടെയും ബോഡികളൊക്കെ തപ്പിക്കിട്ടി. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ വിളിച്ചിട്ടും കൂകിയിട്ടും ശബ്ദം ഉണ്ടാക്കിയേച്ചും ആരുടെയും കാതിലെത്തപ്പെടാത്ത നിലയിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ചെറിയ പുതരുകളുടെ ഇടയിൽ ഈ വള്ളിയിൽ താൻ തൂങ്ങിക്കിടക്കുകയാണ്. തനിക്ക് മനസ്സിലായി ഇനി ഒരു രക്ഷയും ഇല്ല. ബൈബിൾ പറയും പോലെ മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ നോക്കാൻ തുടങ്ങി. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നോട് കരുണ കാണിക്കണം. എന്നെ ഇവിടെ സഹായിക്കാൻ അങ്ങല്ലാതെ ആരുമില്ല. എൻ്റെ പിന്മാറ്റങ്ങളെല്ലാം ക്ഷമിക്കണം. എന്തെല്ലാം ചെയ്തോ എല്ലാം പുള്ളി ഓരോന്നോരോന്നായിട്ട് ഏറ്റുപറയാൻ തുടങ്ങി. ഒരു സ്തോത്രം ചെയ്യാമോ? പിന്മാറ്റത്തിലൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കി തരും. സ്തോത്രം. നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാലം വരും. ഒരു സ്തോത്രം ചെയ്യാം. ചിലരൊക്കെ ഏറ്റുപറയാൻ മടി കാണിക്കുന്ന കൊണ്ടാണ് അവരുടെ രോഗം മൂർഖിക്കുന്നത്. ചിലപ്പോൾ വെന്റിലേറ്ററിലൊക്കെ പോകേണ്ടി വരുന്നത് അല്ലേ? ഇടയ്ക്ക് ഒരു ബൈബിൾ സ്കൂൾ സ്റ്റുഡന്റ് പറഞ്ഞു, സാറേ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കയറി ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് കറണ്ട് പോയി. 1/2 മണിക്കൂറോളം കറണ്ട് ഇല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലിഫ്റ്റിൽ കറണ്ട് ഇല്ലെങ്കിൽ അകത്ത് എയറും ഓക്സിജനും കിട്ടില്ല. സമയം പോകുന്നതനുസരിച്ച് ജീവൻ അപകടമാണ്. പണ്ടത്തെ ലിഫ്റ്റാണ്. സ്തോത്രം ചെയ്യാം. അപ്പൊ യോൻ പറഞ്ഞു, 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ കടന്ന് ദൈവത്തെ മുഖമുഖമായി കണ്ടു. എൻ്റെ എല്ലാ പാപവും ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവത്തോട് കുറെ തീരുമാനമെടുത്തു. വിളിച്ചിട്ടും കൂവിയിട്ടും ഒന്നും ആരും വരുന്നില്ല. ലിഫ്റ്റ് തുറക്കുന്നില്ല. എവിടെ കിടക്കുന്നെന്നറിയില്ല ഇരുട്ടില്. അങ്ങനെ എല്ലാം ഏറ്റുപറഞ്ഞ് അവസാനത്തെ പാപവും ഏറ്റുപറഞ്ഞ് പറഞ്ഞപ്പോ കറണ്ട് വന്നു, ലിഫ്റ്റ് തുറന്നു, ഞാൻ വെളിയിൽ ചാടി. അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഇന്ന് വരെ പിന്നെ ഒരു ലിഫ്റ്റിലും കയറിയിട്ടില്ല. മനസ്സിലാകുന്നവർ മാത്രം ഒരു സ്തോത്രം ചെയ്യാം. അതുപോലെ ഈ മനുഷ്യന് കിട്ടിയ അവസരം എല്ലാ പാവവും ഏറ്റുപറഞ്ഞ്, കർത്താവേ, എന്നോട് സംസാരിക്കണേ, അങ്ങല്ലാതെ ഇവിടുന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടെന്ന്, മകനേ എന്നൊരു ശബ്ദം. അല്ലെ? ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ശബ്ദം കേട്ടാൽ ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കുടിക്കുന്നത് പോലെ എന്തൊരു തണുപ്പ്. അവന് മനസ്സിലായി ദൈവമാണ്. ഭയങ്കര സന്തോഷമായി. കർത്താവേ, അങ്ങ് സംസാരിച്ചതിനായി, അവിടുത്തെ ശബ്ദത്തിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത ദൈവം തമ്പുരാൻ പറഞ്ഞെന്ന്, മകനേ,
ഇപ്പോഴും നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പറഞ്ഞു, കർത്താവ് ഇതൊരു ചോദ്യമാണോ? ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അങ്ങയിലല്ലാതെ ഞാൻ ആര് വിശ്വസിക്കാനോ? അല്പം കഴിഞ്ഞപ്പോൾ ശബ്ദം കാണാതെയായി. ആമേ കുറെ നേരം കഴിഞ്ഞു. വീണ്ടും കൈയെല്ലാം ചുമത്തു. കൈവിട്ടാൽ താഴേക്ക് പോകും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സമയം പോകുന്നതനുസരിച്ച് ഇദ്ദേഹം വല്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാം പ്രാവശ്യവും ദൈവം വിളിച്ചു, മകനെ, നീ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞു, കർത്താവേ, ദയവായി എന്നോട് കരുണ കാണിക്കണം. ഞാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വീണ്ടും ആ ശബ്ദം നിലച്ചു. ഒരു മറുപടിയുമില്ല. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം വിളിച്ചു, മകനെ, നീ പരമാർത്ഥ മനസ്സോടെ എന്നിൽ നീ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, 100-ൽ 100% ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയിൽ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞെന്ന്, എങ്കിൽ മകനെ, വള്ളിയിൽ കാമി പിടിച്ചു നിൽക്കുന്ന നിന്റെ കൈ വിശ്വാസത്തിൽ നീ വിടുക. എന്റെ കൈ നിന്നെ താങ്ങിക്കൊള്ളും. അടുത്ത നിമിഷം പറഞ്ഞു, അത് മാത്രം പറയല്ലേ കർത്താവേ. എത്ര പേർക്ക് മനസ്സിലായി? ഒരു സ്തോത്രം ചെയ്യാം. എന്തു വേണേലും പറഞ്ഞോ ചെയ്യാം. ദൈവമേ, അത് മാത്രം പറയല്ലേ. കൈവിട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കായിരിക്കും ഞാൻ ചെന്ന് വധിക്കുക. എന്തു മനസ്സിലായി? അവന്റെ ഹൃദയത്തിൽ ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമില്ലായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനെ സംഭവിച്ചിടത്തോളം അങ്ങനെയല്ല. അബ്രഹാമിനെ അവിശ്വസിപ്പിക്കുന്ന നിലയിലുള്ള ഒത്തിരി ഇടപെടലുകൾ ഉണ്ടായി. ഇടയ്ക്ക് സാറ കയറി വന്നു, നിങ്ങൾ പിടിച്ചിരിക്കുന്ന വിശ്വാസവും വായ്ത്തത്വമൊന്നും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ ദാസിയിൽ കൂടെ എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ എന്റെ നാണക്കേട് മാറും. കാരണം അന്നത്തെ കാലത്ത് ദാസിമാർ പ്രസവിച്ചാൽ അത് യജമാനത്തിയുടെ കുഞ്ഞെന്നറിയപ്പെടും. നാട്ടിൽ പരിഹസിക്കുന്നവർ സാറയ്ക്കൊരു കുഞ്ഞ് കിട്ടിയെന്നേ പറയുള്ളൂ. ആമേ ഹാഗറിന് കിട്ടിയെന്ന് പറയില്ല. അപ്പൊ എല്ലാവരുടെയും മുന്നേ തല നിമിർന്ന് നിൽക്കാൻ സാറ പറയുകയാണ്, ആമേ സ്തോത്രം, ഈ ദാസി ഹാഗറിന്റെ അരികിലേക്ക് പോ. ഒരു സ്തോത്രം ചെയ്യാമോ? അബ്രഹാമിന് വലിയ ശോധനയും വലിയ പ്രതിസന്ധിയൊക്കെ വന്നിട്ടും അബ്രഹാം വാഗ്ദത്ത സന്തതിയിൽ വിശ്വസിച്ചു നിന്നു. ഭാര്യയുടെ വാക്കിന് നിർബന്ധത്താൽ വഴങ്ങേണ്ടി വന്നെങ്കിലും അബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസം വിട്ടില്ല. ഒരു സ്തോത്രം പറയാമോ? 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന് പ്രതിഫലം കിട്ടി. അതാണ് ഇസഹാക്ക്. ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്നാണ്. ഇന്ന് രാത്രി പകൽ കർത്താവ് പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ച് നീ നിൽക്കാൻ തയ്യാറായാൽ നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന, നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്ന, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി, നിന്റെ വീട്ടിലുള്ള ദുഃഖ സാഹചര്യങ്ങളെ മാറ്റി, വ്യസനത്തെ മാറ്റി, നിന്റെ മുഖത്ത് ചിരി തരാൻ, നിന്റെ ഹൃദയത്തിൽ സന്തോഷം തരാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ വിശ്വാസം ദൈവത്തിൽ വർദ്ധിക്കട്ടെ. അബ്രഹാമിന്റെ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം കണക്കിട്ട 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാൻ താല്പര്യമുണ്ട്. മാർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. മാർക്കോസ് സുവിശേഷം 15:21. കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഒരു സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തുവിന് ഈ ലോകം കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് 15 അടി നീളവും ഏകദേശം 8 അടി വീതിയുള്ള ഒരു മരക്കുരിശ്. 250 പൗണ്ട് വെയിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ 139.5 കിലോ. ഈ മരക്കുരിശ് ലോകം യേശുവിന് കൊടുത്ത സമ്മാനമായിരുന്നു.
ഈ കുരിശും ചുമന്നുകൊണ്ട് 2000 മീറ്റർ ഉയരെ കാൽവരിയിലേക്ക് യേശുക്രിസ്തു നടന്നു കയറുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആമേ, തലയ ദിവസങ്ങളിൽ ഉണ്ടായ പീഡനവും ഭക്ഷണമില്ലായ്മയും നിമിത്തം യേശുക്രിസ്തു വല്ലാതെ കുഴഞ്ഞുപോയിരുന്നു. ക്ഷീണിച്ച കർത്താവിന്റെ തോളത്ത് കുരിശ് നിന്നില്ല എന്നാണ് പാരമ്പര്യം പറയുന്നത്. 14 പ്രാവശ്യത്തോളം കുരിശും ഇട്ടുകൊണ്ട് യേശു നിലം പതിച്ചു. ഓരോ പ്രാവശ്യവും പടയാളികൾ അടിച്ചും തല്ലിയും ഉപദ്രവിച്ചും കുരിശുമായി യേശുവിനെ എണീപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോകവേ അരുമനാഥന്റെ ചുമടിൽ കുരിശിരിക്കാൻ ശേഷിയില്ലെന്ന് കണ്ടതിനാൽ വയലിൽ നിന്നും വരുന്ന കുറേനക്കാരനായ ആമേ സ്തോത്രം ശീമോൻ എന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ഈ കുരിശ് ചുമക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു, പാപമില്ലാതിരുന്നിട്ടും പാപമാക്കപ്പെട്ടവൻ, ആമേ, 5 കോടതിയിൽ 6 പ്രാവശ്യം വിചാരണ ചെയ്തേച്ചു ഇവനിലൊരു കുറ്റമില്ലെന്ന് വിളിച്ചു പറഞ്ഞ പവിത്ര പുരുഷൻ യേശു, ഗെത്സമനെ തോട്ടത്തെന്ന് പിടിപെട്ട യേശുവിനെ ആമേ സ്തോത്രം ആദ്യം കൊണ്ടുപോയത് ഹന്നാവിന്റെ മുന്നിലായിരുന്നു. അവൻ വിസ്തരിച്ചിട്ട് മഹാപുരോഹിതൻ യാതൊരു കുറ്റവും കാണാഞ്ഞതിനാൽ ആമേ കയ്യപ്പാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആമേ സ്തോത്ര എക്സ് പ്രീസ്റ്റ് എന്നറിയപ്പെട്ട കയ്യപ്പാവിന്റെ ആമേ കോടതിയിൽ യേശുവിനെ വിചാരണ ചെയ്തു. കുറ്റമൊന്നും കണ്ടില്ല. അവിടുന്ന് നേരെ യേശുവിനെ സനഗരിയും സംഘം എന്ന് പറഞ്ഞ യഹൂദന്റെ സുപ്രീം കോടതിയിലേക്ക് വിടുകയാണ്. 70 അംഗ സംഘം യേശുവിനെ വിചാരണ ചെയ്തേച്ച് അവർ പറഞ്ഞു, ഇവനിലൊരു കുറ്റവും ഇല്ല. അവിടുന്ന് യേശുവിനെ പീലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. 4ാമത്തെ കോടതി റോമിന്റെ ചക്രവർത്തി വിചാരണ ചെയ്തു. യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. ഹേരോദാവിന്റെ അരികിലേക്ക് അയച്ചു. യഹൂദയുടെ രാജാവായ ഹേരോദാവിന്റെ മുന്നേ 5ാമത്തെ കോടതിയിൽ യേശുവിനെ നിർത്തുകയാണ്. ചോദിച്ച ചോദ്യങ്ങൾക്ക് മിണ്ടാപ്രാണി പോലെ നിന്ന യേശുവിനെ കണ്ടേച്ച് ആമേ ഹേരോദാവിന് മാനസികമായി വലിയ ബുദ്ധിമുട്ട് തോന്നി. അവ പറഞ്ഞു, ഇവനെ കൊണ്ടുപോകാം. 6ാമത്തെ പ്രാവശ്യം പീലാത്തോസിന്റെ മുന്നിൽ ഈ യേശുവിനെ കൊണ്ടു നിർത്തി. ഒരു സ്തോത്രം ചെയ്യാം. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ ആമേ സ്തോത്രം കൈസരുടെ നിയമാനുസരിച്ച് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടുപോയി കമിഴ്ത്തി നിർത്തി 2 കൈയും ഒരു പശുവിന്റെ കൈ കെട്ടി ഇടുന്നത് പോലെ, കഴുത്തിൽ കെട്ടിയിടുന്ന പോലെ കെട്ടി കുനിച്ചു നിർത്തിയേച്ച് 40 പ്രാവശ്യവും ആമേ സ്തോത്രം ഒന്ന് കുറച്ച് ആമേ ആ ശരീരത്തിൽ അടിക്കാൻ തുടങ്ങി. ആ ചട്ടയുടെ അഗ്രത്തിൽ പതിപ്പിച്ചിരുന്ന ഈയക്കുണ്ടോ, അഗന്ധസ് മുള്ളോ തുടങ്ങി മറ്റ് പലവിധമായ ക്രൂരമായ മാരകായുധങ്ങളുടെ ശരങ്ങൾ കർത്താവായ യേശുവിന്റെ ശരീരത്തിൽ പതിച്ച് പച്ചമാംസവും പറഞ്ഞു പോയതിനാൽ ചോരപ്പുഴയിൽ ഒഴുകുന്ന യേശു ആ മരക്കുരിശ് ചുമക്കാൻ മതിയായ ശക്തിയില്ലാത്തവനായിരുന്നു. ഇന്ന് പകലിത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അതിക്രമവും പാപമെല്ലാം അവന്റെ ചുമലിൽ ചുമത്തി. നാം അടിക്കപ്പെടേണ്ട സകല സ്ഥലത്ത് യേശു ഒരു ബലിയാടായി മാറി. ബൈബിൾ പറയുന്നു, ആമേ, അങ്ങനെ യേശുവിന്റെ ആ കുരിശെടുത്ത് കുറേനക്കാരനായ ശീമോന്റെ തോളത്ത് വെച്ചു. പ്രതിഫലമില്ലാത്ത ജോലിയാണ്. എങ്കിലും കരുണ തോന്നിയ ശീമോൻ നിരപരാധിയായ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതം കണ്ടേച്ച് ആ കുരിശും കൊണ്ട് കുറെ ദൂരം നടക്കാൻ ആരംഭിച്ചു. ആമേ സ്തോത്രം. ഇന്ന് പകൽ യേശുവിന്റെ നാമനിമിത്തം കുരിശ് ചുമക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ പന്തലിനകത്തോ പുറത്തോ അല്ല, ആമേ സോഷ്യൽ മീഡിയ വഴിയോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമ നിമിത്തവും മനുഷ്യൻ ഭൂമിയിൽ സഹിക്കുന്ന സകല പങ്കപ്പാടുകൾക്കു പ്രതിഫലം കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രിയും ഞാൻ പ്രസന്റ് ചെയ്യുന്നത്.
അവൻ അവിശ്വസ്തനല്ല, അവൻ നീതിമാനായ ദൈവമാണ്. കർത്താവിന്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ കൂട്ടോ കൺവെൻഷൻ യോഗങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, കൈ തുറന്ന് നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മകൾക്ക് വേണ്ടി നീ ചെയ്ത ഓരോ ത്യാഗങ്ങൾക്കോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് മറന്നു കളയുവാൻ എന്റെ ദൈവം അവിശ്വസ്തനല്ല. അത് നിന്റെ മേൽ കണക്കിടുന്ന, നിന്റെ തലമുറയുടെ മേൽ കണക്കിടുന്ന ജീവനുള്ള ദൈവമാണ്. കുരിശ് ചുമന്ന കുറേനക്കാരനായ ശീമോന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു? റോമർക്ക് ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഒന്ന് വായിച്ചു കേൾപ്പിക്കണേ. റോമർക്ക് ലേഖനം 16-13. ഒരിക്കൽ കൂടെ വായിക്കാമോ? കർത്താവിൽ പ്രസിദ്ധനായ മതി. ഒരു സ്തോത്രം ചെയ്യാം. സമയം പോരാ ആ ചരിത്രമൊക്കെ എടുത്തു പറയാൻ. ബൈബിൾ പറയുന്നു, കുരിശ് ചുമന്ന കുറേനക്കാരനായ ശീമോന്റെ മക്കൾ അലക്സാണ്ടറിനെയും റൂഫസിനെയും ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ വചനം പറയുന്നു, കർത്താവിൽ പ്രസിദ്ധനായ റൂഫസ് കുരിശ് ചുമന്ന അപ്പന്റെ മകനെ വയലിൽ പണിയെടുത്ത് സാധാരണ ജോലിക്കാരനായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടായ ശീമോന്റെ മകൻ റൂഫസിനെ കുരിശ് ചുമന്നതിനാൽ ബൈബിൾ പറഞ്ഞു ദൈവം പ്രസിദ്ധനാക്കി മാറ്റി. സന്തോഷമുണ്ടോ? ഒരു സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി മാതാപിതാക്കൾ കുരിശ് ചുമന്നാൽ മക്കളെ ദൈവം പ്രസിദ്ധരാക്കി മാറ്റും. ആമേൻ. ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന്റെ കുരിശ് ചുമക്കാൻ അമ്മമാരെ, സഹോദരിമാരെ, കൂടപ്പറപ്പുകളെ നിങ്ങളും ഞാനും മനസ്സ് കാണിച്ചാൽ, നിർബന്ധത്താലല്ല, നോട്ട് ബൈ ഫോഴ്സ്, ഹൃദയംഗമായി കർത്താവിന്റെ കുരിശ് യേശുവിന്റെ നാമനിമിത്തം നീ സഹിക്കുന്ന സകല പങ്കപ്പാടുകൾക്കു തമ്പുരാൻ പറയുന്നു, ഞാൻ കണക്കിടും, ഞാൻ കണക്കിടും. അബ്രഹാമിന്റെ വിശ്വാസത്തെ ഞാൻ കണക്കിട്ടു. അല്ലേ? അബ്രഹാമിന്റെ വിശ്വാസം കണക്കിടപ്പെട്ടത് എങ്ങനെയാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, സമുദ്രത്തിലെ മണലാരണ്യം പോലെ തലമുറകളെ തരുമെന്ന് പറഞ്ഞു. തന്നോ? തന്നോ? സ്തോത്രം ചെയ്യാം. ഇന്ന് ലോകത്തിൽ 3 സ്തോത്രം യഹൂദ അല്ലെങ്കിൽ അബ്രഹാമിക് മതങ്ങളുണ്ട്. അതിൽ ഒന്നാണ് യഹൂദ മതം. യഹൂദ മതത്തിൽ യഹൂദന്മാരായി ലോകം മുഴുവനും ചിതറിക്കിടക്കുന്ന മുഴുവൻ ആളുകളും അബ്രഹാമിന്റെ മക്കളാണ്. 2 ക്രിസ്ത്യാനികൾ. ഇന്നലെ ഞാൻ പറഞ്ഞു, ലോകത്തിന്റെ 195 രാജ്യങ്ങളിലായി 240 കോടി ക്രിസ്ത്യാനികളുണ്ട്. ഇവർ അബ്രഹാമിന്റെ മക്കളാണ്. 3 ഇസ്മായേലിലൂടെ ലോകത്തിൽ ഉളവായ ഇസ്ലാമിയ മതം, അല്ലെ, അതിലെ 180 കോടി ആളുകൾ ലോകം മുഴുവനുമുണ്ട്. ഇവർ ആരെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ മക്കൾ. എണ്ണാൻ കഴിയോ? ആകാശത്തിലെ നക്ഷത്രം പോലെ ആയില്ലേ? 3 കൂടെ ഒന്ന് കൂട്ടി നോക്കി. ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രം പോലെ ഞാൻ മക്കളെ തരും. നിങ്ങളും ഞാനും വിശ്വാസത്തിൽ അബ്രഹാമിന്റെ സന്തതികളല്ലേ? ദൈവം നീതിയായി കണക്കിട്ടെങ്കിൽ ഇവിടെ ഇതാ കുരിശ് ചുമന്ന ശീമോന്റെ പുത്രൻ റൂഫസിനെ ദൈവം പ്രസിദ്ധനാക്കി മാറ്റാനിടയായി. ഇന്ന് പകൽ ഇവിടെ ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ എന്റെ ഹൃദയത്തിൽ ഒരു ആലോചന തരുന്നു. ഈ ദിവസങ്ങളിൽ നീ സഹിക്കുന്ന ത്യാഗങ്ങൾ, നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്റെ കർത്താവ് പറയുന്നു, അത് നീതിയായി കണക്കിടുന്ന ഒരു ദിവസം വരും.
ഹല്ലേലൂയ. മക്കളെ പ്രസിദ്ധരാക്കി മാറ്റും അല്ലേ? ഈ ഒരു 10-30 വർഷത്തെ മിനിസ്ട്രി അനുഭവത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് ദൈവം ഒരു ബന്ധം തന്നിട്ടുണ്ട്. വളരെ കഷ്ടത്തിൽ സീറോയിൽ നിന്നും ദൈവത്തെ ആരാധിച്ച പല കുടുംബങ്ങളും ഇന്ന് നാട്ടിൽ അവർ ഉയരങ്ങളിലെത്താനിടയായി. 500 പേരെ കീഴിൽ പണി സ്തോത്രം ചെയ്യിപ്പിക്കാൻ പണിയാളുകളുള്ള ഒരച്ചായൻ കേരളത്തിലുണ്ട്. ഒരു കാലത്ത് ഉടുതുണിക്ക് മറതുണിയില്ല, കഴിക്കാൻ സമൃദ്ധിയായ ആഹാരമില്ല. ഇലക്കറിയും പുളിയലയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചുകൊണ്ട് പനയോല പായിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സേവിച്ചവരായിരുന്നു. അന്ന് സഭയ്ക്ക് അവർ നട്ടെല്ല് പോലെയായിരുന്നു. ഇന്ന് അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. 500 പണിയാളുകൾ കീഴിൽ ഒരു കമ്പനി നടത്തുകയാണ്. അവരുടെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ കയറുമ്പോഴേ നമ്മൾ ഞെട്ടും. ഇതെങ്ങനെയെന്നറിയണ്ടേ? ദൈവത്തെ സേവിച്ചതിനാൽ തലമുറകളെ ദൈവം മാനിക്കാനിടയായി. കേരളത്തിൽ കുമ്പനാട് എന്നൊരു സ്ഥലമുണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. അവിടെ 10 വീടെടുത്താൽ 8 വീടിലും ആളില്ല. ഒരു കയറ്റ് കൂടിയ ഒരു നായയും പിന്നെ ആ വീട്ടിൽ ഒരു അപ്പച്ചനോ അമ്മച്ചിയും ഒരു ജോലിക്കാരെയും കാണും. ആ വീടെന്ന് പറഞ്ഞാൽ ഒരു 3500-400 സ്ക്വയർ ഫീറ്റ് വരും. ചുറ്റും ഒരു 5-8 സെന്റ് മുഴുവനും പാർക്ക് പോലെ ചെടി നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. 2-3 മക്കൾ കാണും. അമ്മച്ചിയോട് ചോദിച്ചാൽ പറയും, പാസ്റ്ററെ, മൂത്തവൻ അമേരിക്കയിലാണ്, രണ്ടാമത്തവൻ കാനഡയിലാണ്, ഏറ്റവും ഇളയ മകള് ഈ ഇടയ്ക്കായിരുന്നു ന്യൂസിലാൻഡിൽ പോയത്. ഒരു സ്തോത്രം ചെയ്യാം. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് അറിയണ്ടേ? കുരിശ് ചുമക്കുന്ന അമ്മയപ്പന്മാർ ഒരു കാലത്ത് കുരിശ് ചുമന്നവരാ. ഇന്ന് അവരുടെ തലമുറകളെ ദൈവം പല രാജ്യങ്ങളിലേക്ക് എടുത്തെറിഞ്ഞു. ഒരിക്കലും എത്തപ്പെടാൻ യോഗ്യതയില്ലാത്ത സ്ഥലത്തേക്ക് അവരെ ഉയരങ്ങളിൽ കൊണ്ടെത്തിച്ചു. ഈ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും വാത്സല്യ സഹോദരങ്ങളെ, സ്തോത്രം, ദൈവത്തെ യഥാർത്ഥമായി നീ സേവിച്ചാൽ, അവൻ്റെ കുരിശ് നീ മനസാക്ഷിയോട് ചുമന്നാൽ, അവൻ്റെ സ്തോത്രം മുഖം ചുമക്കുന്നത് നിനക്ക് അനുഗ്രഹമാണ്, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാണ്, നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. എൻ്റെ ദൈവം ആർക്കും അവിശ്വസ്തനല്ല. അതുകൊണ്ട് യേശു നിമിത്തം ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ചർച്ചയിൽ പോയതിനാൽ, പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തതിനാൽ, ബന്ധിക്കോസിൽ കയറിയതിനാൽ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, സമൂഹം നിന്നെ ഒതുക്കുമ്പോൾ, കുടുംബക്കാർ നിന്നെ കൂടെ ചേർക്കാതിരിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾക്ക് നിന്നെ ക്ഷണിക്കാതിരിക്കുമ്പോൾ, വെള്ളം കൊണ്ട് കൈ കഴുകും പോലെ പല സ്ഥലത്തും നിന്നെ കഴുകി കളയുമ്പോൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട. ഇത് കണക്കിടുന്നൊരു ദൈവമുണ്ട്, ഇത് കണക്കിടുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രാമേശ്വരത്തിൽ പാസ്റ്റർ എം പൗലോസ് എന്നൊരു ദൈവദാസനുണ്ടായി. അദ്ദേഹം ദൈവസന്നിധി വിശ്രമിക്കുക. എൻ്റെ പഠനകാല ശേഷം 1998 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. 1.5 കൊല്ലം രാമേശ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുവാനിടയായി. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 5 രൂപ 35 കാശും കൊണ്ട് വെള്ളടയിൽ നിന്നും ദൈവവിളിയേറ്റ് രാമേശ്വരം ദ്വീപിലേക്ക് ചെന്നിറങ്ങിയ മനുഷ്യൻ. ഏകദേശം 66 സ്ക്വയർ കിലോമീറ്ററുള്ള ആ ദ്വീപ്, 2.5 കിലോമീറ്റർ പാമ്പൻ പാലം വഴിയാണ് ദ്വീപിനകത്തിറങ്ങാൻ, സമുദ്രത്തിനകത്തൂടെയുള്ള യാത്ര. ചെന്നെത്തിയപ്പോൾ കയ്യിൽ 5 രൂപ 35 പൈസ, ആരോഗ്യവും സുന്ദരിയുമായ ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. എവിടെ താമസിക്കണമെന്നറിയില്ല. വാടകയ്ക്കൊരു വീടെടുക്കാൻ കയ്യിൽ കാശില്ല, അഡ്വാൻസ് കൊടുക്കാൻ നിവർത്തിയുമില്ല. കർത്താവിൻ്റെ ശബ്ദം കേട്ടിറങ്ങിപ്പോയതാ. അനുഭവിക്കാൻ ഇനി കഷ്ടമില്ല. പകലെല്ലാം സുവിശേഷം പറഞ്ഞേച്ച് സന്ധ്യയ്ക്ക് സമുദ്ര തീരത്ത് സ്തോത്രം, മീനവ സഹോദരങ്ങൾ മത്സ്യങ്ങളെ കളക്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷെട്ടുകൾ രാത്രി ഫ്രീ ആവും. അവിടെ വന്ന് ഈ യൗവനക്കാരിയുമായ സഹോദരിയുമായി അദ്ദേഹം അന്തി ഉറങ്ങും.
അങ്ങനെ 1 2 3 മാസമൊന്നുമല്ല കേട്ടോ, ഏറെ ദിവസം അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിനെ സേവിച്ചു. കർത്താവിൻ്റെ കുരിശ് നന്നായ മനുഷ്യൻ ചുമന്നു. പട്ടിണിയും ദാരിദ്ര്യവും വസ്ത്രമില്ലായ്മയും കിടപ്പിടമില്ലായ്മയും മക്കളെ തീറ്റിപ്പോറ്റാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തും കുരിശ് നിലത്തു വയ്ക്കാൻ തനിക്ക് മനസ്സില്ലായിരുന്നു. വെള്ളടയിൽ എല്ലാ സാഹചര്യങ്ങളും തൻ്റെ കുടുംബത്തിലുണ്ട്. സുഖജീവിതമാണ്, കഷ്ടം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പട്ടിണി പാവങ്ങളല്ലായിരുന്നു, സുവിശേഷം നിമിത്തം പട്ടിണി പാവമായതാ. നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം, മറ്റു പല കഴിവുകളുമുണ്ട്. അതൊക്കെ പ്രയോഗിച്ച് വേണമെങ്കിൽ ഒരു ട്യൂഷനോ വേറൊരു കാര്യമൊക്കെ ചെയ്ത് കാശുണ്ടാക്കായിരുന്നു. പക്ഷെങ്കിൽ അതിനേക്കാളും കുരിശ് ചുമക്കുന്നത് വലുതായി കണ്ടു. അങ്ങനെ ആ ദൈവത്തിന്റെ അഭിഷക്തൻ ഏറെ വർഷം കർത്താവിന്റെ കുരിശ് ചുമന്നതിനാൽ തന്റെ തലമുറകളുടെ മേൽ റൂഫസിനെ മാനിച്ചതുപോലെ ദൈവം അത് കണക്കിടാനിടയായി. തന്റെ മൂത്ത മകൻ ബില്ലിഗ്രഹാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ സ്നേഹിതനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അമേരിക്കയിൽ പഠിക്കാൻ ദൈവം തുറന്നു. ഹല്ലേലൂയ. ഓലഷെട്ട് സ്വന്തമായി ഇല്ലാത്ത 2 സെന്റ് ഭൂമിയില്ലാത്ത പാസ്റ്റർ എം പൗലോസ് ഇന്ന് സ്തോത്രം അവരുടെ ചർച്ചും സ്ഥാപനവും ഇരിക്കുന്ന സ്ഥലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 33 ഏക്കറാണ്. അതിനകത്ത് വലിയൊരു കെട്ടിടം തമിഴ്നാട്ടിൽ മറ്റാരും ഇങ്ങനെ പണിത് കാണുമോ എന്ന് എനിക്കറിയില്ല. ദൈവം കൊടുത്ത വെളിപ്പാടിൽ, ദൈവം നൽകിയ നല്ല ദാനത്തിൽ മനോഹരമായൊരു കെട്ടിടം പണിയാനിടയായി. ആ കെട്ടിടത്തിന്റെ മധ്യഭാഗത്തെ സ്പേസിൽ മാത്രം ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്റ്റേഡിയം ചെയ്തിട്ടുണ്ട്. ഒറ്റ തൂണ് പോലും ഇല്ലാതെ അമേരിക്കൻ ടെക്നോളജിയിൽ ആ റൂഫ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അവിടെ പോയാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും ദൂരം 3 പേര് ചേർന്നാൽ ചുറ്റുമുള്ള തൂണൊന്ന് നമുക്ക് ചുറ്റിപ്പിടിക്കാൻ പറ്റില്ല. ഇന്ന് പകൽ ഞാൻ എന്തിനു പറയുന്നെന്ന് ചോദിച്ചാൽ കുരിശ് ചുമന്ന അപ്പൻ, ഹല്ലേലൂയ, ഓലശെട്ടി കിടന്ന അപ്പൻ, നിവർത്തികെട്ട മാതാപിതാക്കൾ ഒരു കാലത്ത് ഇന്ന് മക്കളുടെ സ്ഥിതി ദൈവം മാറ്റുവാനിടയായി. അവരുടെ ജീവിതശൈലി മാറ്റുവാനിടയായി. അവരുടെ തലമുറകളെ മാനിക്കുവാനിടയായി. ഈ 21 ദിവസ പ്രാർത്ഥനകളുടെ നടുവിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭയോട് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നിന്റെ തലമുറകളുടെ ഇത് നീതിയായി കണക്കിടുന്ന ദൈവം മരിച്ചു പോയിട്ടില്ല. ദൈവം ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു. ഇന്നിന്റെ അവസ്ഥകളെ മാറ്റിമറിച്ചുകൊണ്ട് അവൻ നീതിയായി ഇതൊക്കെ കണക്കിടുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. കുരിശ് ചുമക്കണം. ക്രിസ്തു നിമിത്തം ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കെല്ലാം പ്രതിഫലം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. 1 പത്രോസ് 4:16, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. മത്തായി 5:12, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു കൊള്ളുവിൻ. ആ 2 കരവും അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ ബൈബിൾ പറയുന്നു, ക്രിസ്തു നിമിത്തം സഹിക്കുന്ന കഷ്ടം, ക്രിസ്തു നിമിത്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന നിന്ദ, പരിഹാസം, അങ്ങനെ തുടങ്ങിയുള്ള സകലവിധമായ ഞരക്കങ്ങൾക്കും വേദനകൾക്കും ബൈബിൾ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലോ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലോ അത് വലിയതാണ്. 8800 വാക്തത്വങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ ഒരു ശക്തമായ വാക്തത്വമാണ് കുരിശ് ചുമക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള വാക്തത്വം. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറഞ്ഞേച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 38-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒരു വ്യക്തിയുടെ വിശുദ്ധിയെ ദൈവം കണക്കിട്ട്
തൻ്റെ ആയുസ്സിനെ കൂട്ടി. വായിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹിസ്കിയ രാജാവ് പറയുകയാണ്, ആമേൻ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന സ്വർഗം കേട്ട് അവന്റെ വിശുദ്ധിയും പ്രവൃത്തിയും നീതിയായി ദൈവം കണക്കിട്ടു. ഇസ്രായേലിന്റെ രാജാവായിരുന്നു ഹിസ്കിയ. പെട്ടെന്നൊരു രോഗം പിടിച്ചു. ആമേൻ. അതൊരു വ്രണമായിരുന്നു എന്ന് ആമേൻ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. പഴയ നിയമത്തിൽ ആ രോഗം നിമിത്തം താൻ മരിക്കാറായി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കുടുംബകാര്യമെല്ലാം എന്ത് ചെയ്തോളൂ, ക്രമപ്പെടുത്തിക്കൊള്ളൂ, നീ എന്ത് ചെയ്യും, എണീക്കില്ല, മരിച്ചു പോകും. സ്തോത്രം. മരിക്കണം മരിക്കണം എന്ന് എല്ലാവരും പറഞ്ഞാലും ഭൂരിപക്ഷം ആളുകൾക്കും മരിക്കാൻ എന്തില്ല, മനസ്സില്ല. ഇടയ്ക്കൊരു മീറ്റിങ്ങിന് പോയപ്പോൾ 86 വയസ്സുള്ള ഒരു അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ പ്രാർത്ഥന വിഷയം എന്താണ്? പാസ്റ്ററെ, കുറേ ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് അമ്മച്ചി അങ്ങനെ? അത് കൊച്ചുമക്കളുടെ കാര്യം കൂടെ കണ്ടിട്ടാണ്. കണ്ണ് ഒരു സ്തോത്രം ചെയ്യാം. അമ്മച്ചിക്ക് 86 ഇവിടെ 56 നിൽക്കാൻ പറ്റാതെ നിൽക്കുന്നു. 86 പറയുകയാണ്, ഇപ്പൊ പോണ്ട, ഇനിയും കുറെ ദിവസം കൂടെ വേണമെന്ന്. ഹല്ലേലൂയ. മറ്റൊരു പുള്ളി മക്കൾക്ക് എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ വസ്തു എഴുതാൻ തുടങ്ങിയത്. എഴുതിയപ്പോ ഇങ്ങനെയാണ് എഴുതിയത്, എൻ്റെ കാലശേഷം മക്കൾക്കും അവരുടെ കാലശേഷം വീണ്ടും എനിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ മക്കൾ മരിച്ചാലും ഞാൻ എന്ത് ചെയ്യില്ല, ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. പറയും, വിഷയമൊക്കെ വരുമ്പോൾ ഞാൻ ചത്തുകളയും, ഞാൻ മരിക്കും എന്നൊക്കെ പലരും പറയും. ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ. വെറുതെയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ മരണത്തെക്കുറിച്ചൊരു ഭയമുണ്ട്. ഹല്ലേലൂയ. ഹിസ്കിയാവ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയി. ആമേൻ. എണീക്കത്തില്ല. അതും പറയുന്നത് ആരാ? യെശയ്യാവ്. ആമേൻ. നല്ല ഉത്തമ പ്രവാചകൻ പറഞ്ഞ അങ്ങനെ എന്ത് ചെയ്തിരിക്കും, സംഭവിച്ചിരിക്കും. അപ്പൊ യെശയ്യാവിന് മനസ്സിലായി, ഈ തീരുമാനം ഇനി മാറ്റാൻ കിംസിനോ നിംസിനോ അനന്തപുരിക്കോ എന്ത് ചെയ്യില്ല, കഴിയില്ല. ഇനി ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആരാണ്? മഹാദൈവം. അതുകൊണ്ട് താൻ മുഖം ചുമരിന് നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ആമേൻ. സീരിയസ് ആയി മരിക്കുമെന്നറിഞ്ഞാൽ ആരും പ്രാർത്ഥിച്ചു പോവും. കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ പേടിപ്പിക്കുന്ന ഒരു അമ്മച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 3 മക്കളാണ്. അവർ ജോലിക്കു പോകും. കൊച്ചുമക്കളെ അമ്മച്ചിയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. സ്കൂളിൽ പോകുമ്പോൾ അമ്മച്ചിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ യവന്മാർ തിരിച്ചു വന്നാൽ അമ്മച്ചിയുടെ സ്വാതന്ത്ര്യം. അവിടെയും ഇവിടെയും ഓടി വഴക്ക് മുക്കുമ്പോൾ അമ്മച്ചി ഒരു ആത്മീക അമ്മച്ചിയാണ്. അതുകൊണ്ട് പറയും, ആമേ സ്തോത്രം, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും, എന്നെ എടുക്കാൻ. യേശു എന്നെ എടുക്കും, ഞാൻ മരിക്കും, പിന്നെ നിങ്ങളെ നോക്കാൻ ആരും കാണത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രസനം നോക്കുമ്പോൾ ചിലപ്പോ ആമേൻ അമ്മച്ചി വരാന്തയിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അതിൽ പോയി ഇരുന്നുകൊണ്ട് പറയുമെന്ന്, കർത്താവേ എന്നെ എടുക്കണേ. കുഞ്ഞുമക്കളെല്ലാം കൂടെ കയ്യിലും കാര്യം വന്ന് പിടിച്ചു പറയും, അമ്മച്ചി അങ്ങനെ എന്ത് ചെയ്യല്ലേ, പ്രാർത്ഥിക്കല്ലേ. ഭയങ്കര സ്നേഹമാണ് മക്കൾക്ക്. ആമേൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ആയപ്പോ അമ്മച്ചി സ്ഥിരമാക്കുന്നെന്ന് മനസ്സിലായപ്പോ ഒരു ദിവസം അമ്മച്ചി പോയിരുന്ന് എന്നെ എടുക്കണേ എന്ന് പറയാനും ഇതിലെ ഒരു 4 കുറുമ്പന്മാര് പോയി കട്ടിലിന്റെ 4 കാലിന്റെ അവിടെ ഇരുന്നു. എടുക്കണേ എന്ന് പറയാനും യവന്മാർ ഒരുമിച്ച് 2 അടി ഉയർത്തി. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത്, ഇപ്പൊ വേണ്ട കർത്താവേ, കുറെ ദിവസം കൂടെ കഴിഞ്ഞു മതി. അല്ലേ? അപ്പൊ എടുക്കണമെന്ന് പറഞ്ഞാലും എവിടെ കൊണ്ടല്ല. അങ്ങനെയാണ്. ഇപ്പൊ ഹിസ്കിയാവിന് ഇപ്പൊ എടുക്കണ്ട, ജീവിക്കണം. താൻ കരയുകയാണ്. കരയുമ്പോ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തയോടും ഏകാഗ്രതയോടും ദൈവത്തെ എങ്ങനെ സേവിച്ചു എന്നാണ്.
ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവം കണക്കിലെടുക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ളതെന്ന് നമ്മൾ തെളിയിക്കണം. ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പാസ്റ്റർ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ മീറ്റിങ്ങിന് വരുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആള് വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ കൈയടിക്കുന്നു എന്നല്ല. അമ്മയച്ഛന് വഴക്കുണ്ടാക്കും, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. ആമേൻ, സ്തോത്ര. സ്കൂളിൽ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ എല്ലാം കൂടെ തോളി പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന. അതല്ല ക്രിസ്ത്യാവിന്റെ പ്രാർത്ഥനയ്ക്കകത്തുള്ള പരമാർത്ഥത. ക്രിസ്ത്യാവിന്റെ ജീവിതത്തിന്റെ സ്വഭാവ ശൈലിയുടെ അകത്ത് മറഞ്ഞിരുന്ന പരമാർത്ഥത, അതാണ് ഇവിടെ വെളിപ്പെടുന്നത്. കഷ്ടകാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ എന്തെങ്കിലും പറയാൻ നമുക്കുണ്ടാകണം. ഒരു സ്തോത്രം ചെയ്യാം. നല്ല കാലത്ത് കാശുണ്ടാക്കി അക്കൗണ്ടിൽ ഇട്ടിരുന്നാൽ കഷ്ടകാലത്ത് എന്ത് ചെയ്യാം? ആമെ കാർഡ് കൊണ്ടിട്ടെടുക്കാം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ആമെ മൊബൈൽ എടുത്ത് വെച്ച് കിച്ചെന്ന സാധനം എന്ത് ചെയ്യും? പറന്നങ്ങ് പോവും. ആമെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് അങ്ങോട്ട് പറന്നു പോവും. സ്തോത്രം. ആമെ എങ്ങനെ ഒരു കാലത്ത് സമ്പാദിച്ചു, നിക്ഷേപിച്ചു. ആമെ അലസതരായിരുന്നില്ല. ഇതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ നിക്കപ്പുറതിയില്ലാതെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത സ്റ്റേജിൽ നീ എത്തപ്പെടുമ്പോൾ ആരൊക്കെ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേട്ടെന്നിരിക്കില്ല. ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ദൈവത്തോട്, കർത്താവേ, ഞാൻ ഇന്നതൊക്കെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഒരു സ്തോത്രം ചെയ്യാം. ഉണ്ടോ? പറയാനുണ്ടോ? 20 വർഷം, 25 വർഷം, 30 വർഷമൊക്കെ ദൈവത്തെ സേവിച്ച നിങ്ങൾക്ക് പറയാനുണ്ടോ? മരണക്കിടക്കയിലായാൽ തമ്പുരാൻ വിളിച്ചാൽ ക്രിസ്ത്യാവിനെ പോലെ, കർത്താവേ, ഇല്ല, ഇന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചവനോ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിന്നവനോ, അങ്ങയെ ഞാൻ തള്ളി പറയാത്തവനോ, അങ്ങയെ ഞാൻ മുറുകെ പിടിച്ചവനോ എന്ന് പറയാൻ കഴിയുമോ? ക്രിസ്ത്യാവിന്റെ വാക്കുകൾ ദൈവത്തെ തന്നെ ഞെട്ടിപ്പിച്ചു. സ്തോത്രം ചെയ്യാം. കാരണം അതിനകത്ത് കള്ളം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, പുള്ളി പറഞ്ഞത് ശരിയാണ്. വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ചു, ഏകാഗ്രതയോട് ദൈവത്തെ സേവിച്ചു. ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും ദൈവം കണക്കിട്ടു. എങ്ങനെയാ കണക്കിട്ടെന്നറിയണ്ടേ? ആമേ, താഴോട്ട് വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം വായിക്കാം. 38 യെശയ്യാവ് 5 വായിക്കൂ. യെശയ്യാവ് വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ യഹോവയായി ദൈവം പറയുകയാണ്, യെശയ്യാവേ, നീ ചെന്ന് പറയൂ. എന്താ പറയണ്ടേ? വായിക്കൂ. യെസ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് എത്ര വർഷം? ഒരു ഹല്ലേലൂയ പറയാമോ? 15 വർഷം, 15 years ആയുസ്സിനോട് ആഡ് ചെയ്ത് തന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഹിസ്കിയാവേ, ഇനി നിന്നെ തല്ലിക്കൊന്നാലും നീ ചാവില്ല. ജീവിപ്പിക്കാൻ ഒരു മനുഷ്യനെ തയ്യാറായാൽ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? അപ്പോളയിൽ 60 ലക്ഷം രൂപ കെട്ടിവെച്ച്, ആമേൻ, ഈ അസ്ഥി മജ്ഞയിൽ ക്യാൻസറായ ഒരു ചെറുപ്പക്കാരൻ ട്രീറ്റ്മെന്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞു ഇവൻ മരിക്കില്ല, കുറഞ്ഞത് 20 വർഷമെങ്കിലും ഇവൻ ജീവനോടെ ഇരിക്കും. അത്ര ഗ്യാരണ്ടി ആയിട്ടുള്ള ഓപ്പറേഷൻ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെങ്കിൽ 1 വർഷവും എൻ്റെ ഓർമ്മ ആ ചെറുപ്പക്കാരൻ ഈ ലോകം വിട്ട് വിട പറയാനിടയായി. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാക്ക്. അവരുടെ ചികിത്സ അനുസരിച്ച് അവരെ തെറ്റു പറയുകയല്ല, അവരുടെ പഠനം അനുസരിച്ച് അവൻ കുറെ കാലം ഇനി എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മരണവും ജീവനും ദൈവത്തിന്റെ സന്നദ്ധിയിലാണ്, അല്ലേ? ദൈവം മരിക്കത്തില്ലെന്ന് പറഞ്ഞ അവനെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, മഹാപീഡന കാലത്ത്, ആമേൻ, സ്തോത്രം, ദൈവം 5 മാസം ഭൂമിയിൽ മരണം നിരോധിക്കും. മനുഷ്യൻ മരണം കൊതിക്കും, മരിക്കാൻ പറ്റില്ല. റെയിൽവേ പോയി തല വയ്ക്കും, ആമേ, തല അപ്പുറത്താവും, കഴുത്തും, ആമേ, ബോഡി ഇപ്പുറത്താവും.
5 മാസം അവിടെ കിടക്കും. എന്ത് ചെയ്യില്ല? മരിക്കില്ല. വേദന സഹിക്കാൻ വയ്യാതെ ആമേൻ സ്തോത്രം, തേളിന്റെ വാല് പോലുള്ള ആമേൻ സ്തോത്രം വെട്ടുക്കിളിയുടെ വാലുകൊണ്ട് കുത്തേറ്റ് വിഷം കയറി സഹികെട്ട് കിണറ്റിലെടുത്ത് ചാടും, നട്ടല് പൊട്ടും, ആ വെള്ളത്തിൽ കിടക്കും 5 മാസം. എന്ത് ചെയ്യില്ല? മരിക്കില്ല. ആരുമില്ലാത്ത സമയത്ത് കതകടച്ചിട്ട് കഴുക്കോലില് ആമേൻ സാരിയോ ഷാളോ കെട്ടി തൂങ്ങും, മരിക്കില്ല. 5 മാസം കാറ്റാടി പോലെ പറന്നുകൊണ്ടിരിക്കും. ഒരു സ്തോത്രം ചെയ്യാം. വെട്ടിയാലോ മുറിച്ചാലോ വിഷം കഴിച്ചാലോ മരിക്കില്ല. കാരണം ദൈവം മരണം നിരോധിച്ചാൽ എങ്ങനെ മരിക്കും? ദൈവം മരണം കൊണ്ടുവന്നാൽ ആർക്ക് ജീവിപ്പിക്കാനും കഴിയും? ഹിസ്കിയാവിനോട് പറഞ്ഞു, 15 കൊല്ലം നീ എന്ത് ചെയ്യില്ല? മരിക്കില്ല. മരണം ദൈവം നിരോധിച്ചു. ഹല്ലേലൂയ, ആമേൻ. അവന്റെ പ്രാർത്ഥന ജീവിതത്തിന് ദൈവം കണക്കിട്ട് 15 കൊല്ലം അവന് ആയുസ്സിനെ നീട്ടിക്കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് ആരോടൊക്കെ പറയുന്നു, ആമേൻ, ശരീരത്തിൽ ഏതോ ചെറിയ രോഗം നിമിത്തം പ്രായം ഇച്ചിരി കൂടിയത് കൊണ്ട് ഇനി ഒരുപാട് നാളൊന്നും, അല്ലേ? ചിലരൊക്കെ പറയാറില്ലേ ഭർത്താവിനോട്, കുറേ ദിവസം കൂടെ പറഞ്ഞോളി, ഇനി അധികം നാളൊന്നും ഇങ്ങനെ എന്ത് ചെയ്യില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ തട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറില്ല, അല്ലെങ്കിലും കുറേ ദിവസം കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഒരു പുതിയ വീടിൻ്റെ പണി. ഒരു സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതപ്പുറത്തെ വീട്ടിലെ കോവാലൻ്റെ വീടിൻ്റെ പണിയാണ്, നിന്റെ വീടിൻ്റെ പണിയല്ല. സ്തോത്രം ചെയ്യാം. ഇതിനകത്ത് ഏതോ കൊച്ചും ചെറുതുമായ വിഷയങ്ങൾ നിമിത്തം ഇനി അധികം നാളൊന്നും ചെല്ലില്ല, ഇനി ഒരുപാടൊന്നും ഓടാൻ പറ്റില്ല, ഇനി ഒരുപാടൊന്നും ശുശ്രൂഷിക്കാൻ പറ്റില്ല, ഇനി ഒരുപാടൊന്നും മക്കളെ വളർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആരേലും ശബ്ദപരിധിയിലുണ്ടെങ്കിൽ ഇന്ന് പകൽ കേട്ടോ. നോ, ദൈവം പറയുന്നു, ഹിസ്കിയാവേ, ഇനിയും 15 കൊല്ലം. ആ കണ്ണുകളെല്ലാം അടയ്ക്കാമോ? ജസ്റ്റ് ഒന്ന് ആ സ്ഥലത്ത് എണീറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ചെയ്യുന്നതെല്ലാം കണക്കിടുന്നൊരു ദൈവം. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു. ആമേൻ. എല്ലാവരും എണീറ്റ് നിൽക്കാമോ? ആമേൻ. കുറേനക്കാരനായ ശീമോൻ യേശു കർത്താവിന്റെ കുരിശ് പരമാർത്ഥ മനസ്സോട് ചുമന്നതിനാൽ തന്റെ തലമുറയുടെ മേൽ ദൈവം അത് കണക്കിട്ടു. ഹിസ്കിയാവ് മരണത്തെ മുഖമുഖമായി കണ്ടപ്പോൾ, ദൈവമേ, ഞാൻ അങ്ങേ ആത്മാർത്ഥമായി സേവിച്ചത് തിരിഞ്ഞു നോക്കണമെന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ദൈവം അവന്റെ പ്രവൃത്തിയെ കണക്കിട്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിച്ചു കഴിഞ്ഞു. പന്തലിനകത്തും പുറത്തും ഓൺലൈനിലും കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, സഹോദര സഹോദരി, കുഞ്ഞെ, കൂടപ്പിറപ്പേ, ഇന്ന് പകൽ ദൈവശബ്ദം നിന്റെ അടുത്ത് പുറപ്പെട്ടു വന്നിരിക്കുകയോ? ആത്മാവിന്റെ ശബ്ദം നിന്റെ അടുത്ത് പുറപ്പെട്ടു വന്നിരിക്കുകയോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വിശ്വാസത്തെ കണക്കിലെടുക്കുന്ന ദൈവം കൂടപ്പിറപ്പുകളും കുടുംബക്കാരും നാട്ടുകാരും ചർച്ചക്കാരും കാർക്കിച്ചു തുപ്പിയപ്പോൾ, നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ അവിടെയും യേശുവേ എന്ന് അവന്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് അപ്പാ എന്ന് വിളിച്ചു നീ ദൈവസന്നിധിയിൽ ഓടിയത്, ആരാധനയ്ക്ക് വന്നത്, ചർച്ചിൽ നീ വന്നത്, ദൈവത്തിന്റെ വേലയ്ക്ക് നീ താങ്ങായി നിന്നത്, ദൈവദാസന്മാർക്ക് വേണ്ടി നീ ചെലവിട്ടത്, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കൈതാങ്ങ് കൊടുത്തത്, കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത്, കരഞ്ഞത്, ആത്മാവിന്റെ പകൽ പറയുന്നു, ദൈവം മറന്നു കളഞ്ഞിട്ടില്ല, മറന്നു കളഞ്ഞിട്ടില്ല. അത് നീതിയായി കണക്കിടുന്ന ഒരു ദിവസമുണ്ട്, അത് നീതിയായി കണക്കിടുന്ന ദിവസമുണ്ട്. യേശുവിന്റെ നാമനിമിത്തം കുരിശു ചുമന്ന സഹോദരി, കുറേനക്കാരനായ ശീമോനെ പോലെ യേശുവിന്റെ കുരിശ് നിന്റെ ചുമല് നീ ചുമന്നതിനാൽ, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ സഹിച്ച പങ്കപ്പാടുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ നിന്റെ തലമുറയുടെ മേൽ കണക്കിടുന്ന ദൈവം, നിന്റെ മക്കളുടെ മേൽ കണക്കിടുന്ന ദൈവം. നീ കഷ്ടപ്പെട്ടതുപോലെ നിന്റെ തലമുറ കഷ്ടപ്പെടത്തില്ല. നീ കരഞ്ഞത് പോലെ നിന്റെ തലമുറയെ കരയാൻ വിടത്തില്ല. നീ പട്ടിണി കിടന്നത് പോലെ നിന്റെ മക്കളെ പട്ടിണിക്ക് ദൈവം വിടില്ല.
നീ വീടില്ലാതെ ഭാരപ്പെട്ടതുപോലെ നിന്റെ മക്കൾക്ക് വീടില്ലാതിരിക്കില്ല. നീ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം എന്റെ ദൈവം മറക്കുമാറാക്കി നിന്റെ തലമുറകളിൽ അത് നീതിയായി കണക്കിടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയോ. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് ലഭിച്ചവർ മൗനമായിരിക്കരുത്. നാവ് തുറന്ന് പ്രതികരിച്ചോണം, നാവ് തുറന്ന് പ്രതികരിച്ചോണം. ദൈവം പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പ്രതികരിക്കുന്നവർക്ക് വേണ്ടി, മൗനമായി നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല. അവന്റെ സന്നിധിയിൽ പ്രതികരിക്ക്. ദൂതിന്റെ ഏത് ഭാഗ ആത്മാവ് നിന്നെ തോട്ടോ ആ വിഷയത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് പ്രതികരിക്കുക. എത്ര ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ, ആരാധിക്കാൻ കഴിയുമോ? ഓ, അന്യ ഭാഷ പ്രാപിച്ചെങ്കിൽ അന്യ ഭാഷയിൽ ചില നിമിഷങ്ങൾ ജാഗരിച്ച് തുടങ്ങിക്കോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ കൂടാരത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നിരിക്കുന്നു. ഓ, the second of God. ചിലർ നിറയട്ടെ, ആത്മസാന്നിധ്യത്താൽ നിറയട്ടെ, ആത്മശക്തിയാൽ നിറയട്ടെ, വായ്ത്തത്വങ്ങൾ പിടിച്ചെടുക്കട്ടെ. In the name of Jesus. Urabala Shabdaraba Rabdama Seke Rashikorama Hastarai Sama Higantane Laptamal Kaman Hashia Asturajana Kuma Pravichavar Atma Jagarichu Tudanga Am Dirajana Rabdana Vaida Andaga Araganaga Atta Shabdana Ribara Jagase Asturadana Halkamane Kiskiyaviന്റെ ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തതുപോലെ മരണത്തിന്റെ കയറുകളെ തമ്പുരാൻ അഴിക്കുകയാ. മരണത്തിനായി വിധിക്കപ്പെട്ട ചിലത്, മരിച്ചു പോകുമെന്ന് പറഞ്ഞത്, മാരകമായ രോഗം ചുമക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നോ നോ. നിന്റെ ഹൃദയത്തെ നോക്കി നീ ഭയപ്പെടണ്ട. നിന്റെ അവയവങ്ങളെ നോക്കി നീ അധൈര്യപ്പെടണ്ട. നിന്നെ വിളിച്ച ദൈവം, നിന്നെ തിരഞ്ഞെടുത്ത ദൈവം, നിന്നെ അഭിഷേകിച്ച ദൈവം ഇന്ന് പകൽ പറയുന്നു, നീ മരിക്കില്ല, നീ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. പർവ്വതത്തിൽ പഞ്ഞു പെയ്യും പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ചിലരുടെ ശിരസിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ചിലരെ ദൈവം നിറയ്ക്കുന്നുണ്ട്. ചില തലമുറകളെ തൊടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഓ റീബ ശബ്ദമാണ് ഹൽക്ക ശബ്ദമനഗസി ഹഡഗ സൈഡഗനഗസ് ഹംദ സഗല ഹഡഗന ഉജബന ദുരമന ഹംദ ജീവൽ ഖബനഗ സൈഡഗ അത്തരാധന ധരാധന ഹൽക്ക ഫന യേശുവിന്റെ നാമത്തിൽ. ഈ പകല രണ്ട് കരവും ദൈവം മുൻപാകെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ രണ്ട് കരവും ദൈവം മുൻപാകെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. ആ കണ്ണുകളെല്ലാം ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ദൈവത്തോട് പറ, കർത്താവേ, അബ്രഹാമിനെ പോലെ വിശ്വസിക്കാൻ വിശ്വാസം എന്ന ദാനം എനിക്ക് തരണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മൂക്കിലെ ശ്വാസം നിലയ്ക്കുന്നത് വരെ പോളികാർപ്പിനെ പോലെ ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിരിക്കണം. അങ്ങയുടെ സന്നിധി വിട്ടിടത്തോട്ട് വലത്തോട്ട് ഞാൻ പിരിയല്ലേ. ഞാനെന്ന് മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങളിൽ ഒരു വ്യക്തി പോലും എന്തെല്ലാം വന്നാലും ഏതെല്ലാം വന്നാലും ക്രിസ്തുവിനെ വിട്ട് പിരിയാത്ത ഉറപ്പുള്ള വിശ്വാസം മരണം വേർതിരിക്കും വരെ അങ്ങയിൽ മാത്രം വിശ്വസിച്ച് നിൽക്കാൻ കൃപ തരണമേ. അക്കരം ഉയർന്നിരിക്കുമ്പോ പറഞ്ഞാണ്, മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. ആമേ. ശീമോൻ കുരിശു ചുമന്നു. തന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായി. കർത്താവേ, ഞങ്ങളുടെ തലമുറ നശിക്കല്ലേ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കണം. സഭയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം. സുവിശേഷത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറ. ഹിസ്കിയാവിനെ പോലെ വിശ്വസ്തയോട്, പരമാർത്ഥതയോട്, ഏകാഗ്രതയോട് ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? അൻപുള്ള ദൈവമേ, കരമുയർത്തി നിൽക്കുന്ന ഈ വചനങ്ങളുടെ മുന്നേ പ്രതികരിച്ച
അവിടുത്തെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിലനിർത്തും. കഷ്ടതയിലും കുരിശ് സന്തോഷത്തോടെ ചുമക്കട്ടെ. ഹിസ്കിയാവിനെ പോലെ വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കട്ടെ. കരുണയുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ എന്ന് പറയുന്നവർ രണ്ട് കരമടിച്ച് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. രണ്ട് കരമടിച്ച്. Praise the Lord, praise the Lord, hallelujah. Thank you Jesus. ആമേൻ. കർത്താവിനെ നമുക്ക് നന്ദി പറയാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഈ 8ാമത്തെ ദിവസം ഈ പകൽവേളയിൽ കർത്താവ് നമ്മളോട് സംസാരിച്ച ദൈവദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. നീ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നീതിമാനായ ദൈവം. നല്ല ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് കൃപ നമുക്ക് തന്നു. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു വിലപ്പെട്ട ശുശ്രൂഷ ഈ പകലിൽ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ ആരാധനയുടെ 8ാമത്തെ ദിവസം പകൽ സെക്ഷനിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഓ, വിളിച്ച ദൈവം വിശ്വസ്തൻ, അരുളി ചെയ്ത ദൈവം വിശ്വസ്തൻ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ, വീണു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഓ, കാത്തിരിക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശാലമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് കേൾക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ക്രൂശ് ചുമന്ന ശീമോനെ മാനിച്ച ദൈവം, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ജനത്തെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളിത് പകൽ വിശ്വസിക്കുന്നു. അത് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നീതിയായി സംഭവിക്കട്ടെ. ഇവിടെ കടന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സഹായിച്ച കർത്താവിൻ്റെ ദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദാസ്പാസ്റ്ററിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ആരോഗ്യത്തോടും ബലത്തോടും കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ദൈവം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തല്ലോ. അതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആദ്യം ദൈവവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനായി ഞങ്ങൾ യോര പാസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബോസ് പാസ്റ്ററിനായി സ്തോത്രം. പ്രത്യേകിച്ച് പാസ്റ്ററിൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ ഹോസ്പിറ്റലായിരിക്കുന്നു. ആ പിതാവിന് ദൈവം കർത്താവെ ബലവും ആരോഗ്യവും ദൈവോടൊന്ന് നൽകി നീ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടിയ സഹോദരനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ദൈവോടൊന്ന് സമൃദ്ധിയായി ബലപ്പെടുത്തും. കടന്നു ഓരോ ദൈവജനത്തെ നീ അനുഗ്രഹിച്ചിരിക്കായി നന്ദി. സമാധാനത്തോടെ പോയി വരട്ടെ. രാത്രിയിലെ ശുശ്രൂഷ ഏറ്റവും വിലപ്പെട്ടതായി മാറാൻ സഹായിക്കും. താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വം യേശുവിന്, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എൻ ആത്മാവേ കർത്തരെ സ്തോത്രം, എൻ മുഴുവൻ പരിശുദ്ധ നാമത്തെ സ്തോത്രം. എൻ ആത്മാവേ കർത്തരെ സ്തോത്രം. കർത്തർ ചെയ്ത സകല ഉപകാരങ്ങളും മറവാതെ ആമേൻ. ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വൈകുന്നേരം കൃത്യം 6 മണിക്ക് തന്നെ എല്ലാവരും കൃത്യസമയങ്ങളിൽ എത്തിച്ചേർന്നു പോവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്ക് പ്രത്യേകമായ വന്ദനങ്ങൾ അറിയിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീസസ്.